ക്ലച്ച് ചവിട്ടാനും ബ്രേക്ക് ചവിട്ടാനും ആക്സിലേറ്റർ ചവിട്ടാനും ഗിയർ ചേഞ്ച് ചെയ്യാനും മാത്രമല്ലാതെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് വേറെയും കുറച്ച് കാലം അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. വേറൊന്നുമില്ല, നമ്മുടെ വണ്ടിക്കകത്തുള്ള എഞ്ചിൻ ഓയിലിൻ്റെ അളവ്, കൂളൻറ്റിൻ്റെ അളവ്, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ്, അതല്ലെങ്കിൽ ക്ലസ്റ്ററിൽ കാണിക്കുന്ന വാണിങ്ങൾ എന്തൊക്കെയാണ്, മീറ്ററിൽ കാണിക്കുന്ന വാണിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നു. അപ്പോൾ ആള് എന്നോട് പറഞ്ഞു, മോനെ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങൾ കൊലത്തൊരു വാണിങ് കത്തി. അപ്പോൾ ഞാനത് ഗൂഗിൾ സെർച്ച് നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഓയിലിൻ്റെ വാണിങ്ങാണ് കാണിക്കണമെന്ന് വന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, തൊട്ടടുത്ത പമ്പിൽ നിന്ന് ഒരു 3 ലിറ്റർ ഓയിൽ മേടിച്ചും കൊഴിച്ചു, എഞ്ചിൻ ഓയിൽ 3 ലിറ്റർ മേടിച്ചും കൊഴിച്ചു. അത് പോരാ, അത് രണ്ടാമത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും, അതായത് വാണിങ് പോയില്ല, രണ്ടാമത് പുള്ളി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു, 3.6 ലിറ്റർ ഓയിൽ വേണം ഇതിനകത്ത് ഒഴിക്കാനായിട്ട്. അപ്പോൾ പുള്ളി 1 ലിറ്റർ ഓയിൽ മേടിച്ചു, പിന്നെ 1 ലിറ്റർ ഓയിലും കഴിച്ചു. സംഭവം മൊത്തം 4 ലിറ്റർ ഓയിൽ മേടിച്ചും കൊഴിച്ചു. വണ്ടി ഞാൻ ഇവിടെ വന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഹോൾസിലും ബാക്ക് ഹോൾസിലും തള്ളിപ്പോയിട്ട് കംപ്ലീറ്റ് ഓയിലും എഞ്ചിനും നിറച്ച് പെട്രോളിലെ എഞ്ചിനും നിറച്ച് ഓയിലാട്ടാ. അപ്പോൾ ഞാൻ ചേട്ടാ എന്തിനെത്ര ഓയിൽ ഒഴിച്ചു, ഈ വാണിങ് എത്തുന്നു മോനെ, ഈ ലൈറ്റ് കത്തിയോണ്ട് ഇത്ര ഓയിൽ ഒഴിച്ചെന്ന് തോന്നിട്ടാ. അപ്പോൾ ഈ ലൈറ്റ് കത്തുന്നത് ഓയിൽ വാണിങ് വരുന്നത് ഓയിൽ കുറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല, ഓയിൽ സ്വിച്ച് നമ്മൾ എന്തെങ്കിലും വരാം. കാര്യം ആ ടൈമിൽ പുള്ളിക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഡിപ്സ്റ്റിക്ക് കണ്ടോ, ഈ സാധനം വലിച്ചിട്ട് ഇതിനകത്ത് ലെവലുണ്ട് കണ്ടോ, 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡോട്ടിനകത്ത് കറക്റ്റ് ലെവലിൽ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാൻ നിൽക്കരുത്. ഇതൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ക്ലച്ച് ചവിട്ടാനും ആക്സിലേറ്റർ ചവിട്ടാനും മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വണ്ടിക്ക് പെട്ടെന്ന് നല്ല കിണ്ണം കാച്ച് പണി കിട്ടും. അതായത് എഞ്ചിനുകളിലേക്ക് കയറി കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ വരെ കത്തിപ്പോവും, കത്തിപ്പോവും. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഞങ്ങളെപ്പോലുള്ള മെക്കാനിക്സ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, എഞ്ചിനുകൾ നോക്കാനും അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കാനും കൂളൻ്റ് നോക്കാനും ഈ ക്ലസ്റ്ററിൽ കാണിക്കുന്ന വാണിങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് പഠിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ വണ്ടിക്ക് ആ ഭാഗ്യമുള്ളത് കൊണ്ട് വലിയ എഞ്ചിനൊന്നും പണിയണമെന്നില്ല, ഓയിൽ ഊറ്റി കളഞ്ഞ് ആ ഫുള്ളൊന്ന് ക്ലീനാക്കി 2 സീലും മാറ്റി കൊടുത്തപ്പോൾ സംഭവം ഓക്കെ. ഇനിയിപ്പോൾ മറ്റുള്ള ഡീസൽ വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഓയിൽ സിലിണ്ടറിൽ കയറി കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് മുതൽ സിലിണ്ടർ വരെ ഫുള്ള് കത്തിപ്പൂട്ടാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ മോഡലൊക്കെ കിട്ടും കേട്ടോ.